നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു എന്ന വാർത്ത പുറത്തു വന്ന അതേ സെക്കൻഡിൽ തന്നെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടുകൂടി കോൺഗ്രസ് പാർട്ടി തലയൂരി എന്ന് പറയേണ്ടി വരും. കോൺഗ്രസ് പാർട്ടി ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടി ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്നത് വ്യക്തമാണ്. രാഹുലിനെതിരെ ആരോപണം ഉണ്ടായ ഉടൻ തന്നെ പരാതികളില്ല, കേസുകളില്ല, തെളിവുകളില്ല. ആരോപണമുണ്ടായ ഉടൻ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. ഏറെ വൈകാതെ തന്നെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു. പിന്നീട് രാഹുലിനെതിരെ ബലാത്സംഗ കേസെടുത്തു. അപ്പോൾ തന്നെ രാഹുലിനെ നേതാക്കൾ തള്ളിപ്പറഞ്ഞു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ അതേ സെക്കൻഡിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അവശേഷിക്കുന്ന രാഹുലിന്റെ MLA സ്ഥാനമാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളോട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ എങ്ങനെ പറ്റും? അത് രാഹുൽ തീരുമാനിക്കണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഇവിടെ കൃത്യമായ നിലപാടെടുത്തു. തടി തപ്പി എന്ന് പറയേണ്ടി വരും. CPM അത് കഴിഞ്ഞിട്ടില്ല. ഇന്നും ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് ജയിലിൽ കഴിയുന്ന പത്മകുമാർ എന്ന CPM നേതാവ് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. രണ്ടാമത്തെ കേസിൽ പ്രതിയായിരിക്കുന്നു. ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു. രണ്ടാമത്തെ കേസിൽ പ്രതിയായിരിക്കുന്നു. അതും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ അയ്യപ്പനെ തന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ. പക്ഷേ പാർട്ടി ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ട് പോലുമില്ല. ഇനി ലൈംഗിക അപവാദ കേസാണെങ്കിൽ ബലാത്സംഗ കേസിലെ പ്രതിയാണ് കൊല്ലം MLA മുകേഷ്. ഇത്തരത്തിലുള്ള സാഹചര്യം CPM-ലുണ്ട്. അവിടെയാണ് കോൺഗ്രസ് പാർട്ടി ഒരാളുടെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇനി അധികം കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ ഈ ആരോപണത്തിൻ്റെയൊക്കെ കുന്തമുന വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയിരുന്നില്ല. ഈ കുന്തമുന ഷാഫിക്ക് നേരെയാണ്. വാസ്തവത്തിൽ കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പലിനെ പലർക്കും സഹിക്കാൻ കഴിയുന്നില്ല. ഷാഫി പറമ്പലിൻ്റെ വളർച്ച, ഷാഫി പറമ്പിൻ്റെ സ്വാധീനം, ഒരിക്കലും പരാജയപ്പെടാതെ എവിടെ ചെന്നാലും ഷാഫി പറമ്പിൽ നേടിയെടുക്കുന്ന നേട്ടം, ഇത് പലർക്കും സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നേ വരെ വർഗീയത വായിൽ നിന്ന് വന്നിട്ടില്ലാത്ത KM ഷാജിയെ പോലുള്ള ലീഗ് നേതാക്കൾ എന്തെല്ലാമാണ് പറയുന്നത്. അത്തരം ഒരു പരാമർശവും നടത്തിയിട്ടില്ലാത്ത ഷാഫി പറമ്പിൽ ജിഹാദിയാണ് എന്ന് പറയുന്നവർ പോലും ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം. എല്ലാ വിധത്തിലും ഷാഫിയോടുള്ളൊരു വിരോധം പലർക്കുമുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുമുണ്ട്. അങ്ങനെ ഷാഫിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ആരോപണ പരമ്പര ആരംഭിച്ചത് എന്ന് കൃത്യമാണ്. അതിന് പല കാരണങ്ങളും. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയിൽ ഷാഫി അതിശക്തനായ ഒരു നേതാവായി മാറി. ഇതുവരെ കോൺഗ്രസിന്റെ ചരിത്രമനുസരിച്ച് ചില നേതാക്കളുടെ ഉപഗ്രഹങ്ങളായി കൂടുക, അത് മാത്രമേ പറ്റൂ. ഒന്നെങ്കിൽ ആന്റണി ആവാം, അല്ലെങ്കിൽ കരുണാകരനാവാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആവാം. അത്തരത്തിൽ ചില നേതാക്കളുണ്ടാവും. ആ നേതാക്കന്മാരോടൊപ്പം കൂടുക. ഇപ്പൊ കോൺഗ്രസിൽ അത്രയും ശക്തരായ നേതാക്കൾ സുധാകരനുണ്ട്, KC വേണുഗോപാലുണ്ട്, ചെന്നിത്തലയുണ്ട്, സതീശനുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കുറെ നേതാക്കളുണ്ടാവും. അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അണികളുണ്ടാവും. അതിനെ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അവർക്കിടയിലാണ് ഉമ്മൻചാണ്ടിയുടെ വത്സല ശിഷ്യനായി വരികയും ഉമ്മൻചാണ്ടിയുടെ ഒരു പിൻഗാമി എന്ന നിലയിൽ വളർന്നു പന്തലിക്കുകയും ചെയ്ത ഷാഫിയുടെ പ്രസക്തി. ഷാഫി മറ്റേത് നേതാവിനേക്കാൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്വാധീനമുള്ള ആളാണ്. ഷാഫിയെ കൂടെ ചേർത്ത് മാത്രമേ കോൺഗ്രസിൽ ഒരു നേതാവിന് നിലനിൽപ്പുള്ളൂ എന്ന സാഹചര്യമുണ്ട്. ഷാഫി വളരെ ബുദ്ധിപരവും തന്ത്രപരവുമായി ഷാഫി ബ്രിഗേഡ്സിനെ, രാഹുൽ അടക്കമുള്ള ഷാഫി ബ്രിഗേഡ്സിനെ, യൂത്തിനെ മുഴുവൻ കൂടെ നിർത്തുകയാണ്. അപ്പോൾ അവരുടെ തന്ത്രപരമായ പിന്തുണ VD സതീശനായിരുന്നു. അങ്ങനെ VD സതീശൻ കരുത്തു പ്രാപിച്ചതും ശക്തനായതും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വളർന്നതും ഷാഫിയുടെയും രാഹുലിന്റെയും ഒക്കെ പിന്തുണയിലാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് വിവാദമുണ്ടായ തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത്. അത് പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ പ്ലേറ്റ് മറിച്ച് വെച്ച് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞു. ഇത് സതീശനുണ്ടാക്കിയ ക്ഷീണം ചില്ലറയല്ല. കാരണം സതീശന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഷാഫിയും രാഹുലും അടങ്ങുന്ന സംഘം. അവരൊരു പ്രതിസന്ധിയിൽ വന്നപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞു എന്ന പരാതി അവർക്കിടയിൽ ശക്തമായി വന്നു. അതുകൊണ്ട് തന്നെ അവർ അപ്പോൾ തന്നെ പിടിച്ചത് KC വേണുഗോപാലിനെയാണ്. വേണു ആവട്ടെ കേരളത്തിലേക്കുള്ള ഒരു കൃത്യമായ എൻട്രിക്ക് കാത്തിരുന്നപ്പോൾ ഷാഫിയുടെ പിന്തുണ കിട്ടി. അത് കൃത്യമായി ഉപയോഗിച്ചു. വേണുവിൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകാൻ അല്പം വൈകിയത്. വേണുവാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം മാത്രം മതി പുറത്താക്കൽ എന്ന നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദം അവസാനിക്കണമെങ്കിൽ ഷാഫിയിൽ അതെത്തി നിൽക്കണം. ഷാഫിക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല CPM-ലും BJP-യിലും ഒക്കെ കലിപ്പുണ്ട്. CPM-ന്റെ കലിപ്പിന്റെ കാര്യം പറയുകയേ വേണ്ട. പാലക്കാട് ഷാഫി ഒരൊറ്റ ഒരുത്തനാണ് CPM-നെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. CPM-നെ മറികടന്ന് BJP രണ്ടാമതെത്തി. അങ്ങനെ പാലക്കാട് CPM-ന് ഗ്രിപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കി. അത് ഷാഫി മലബാറിലേക്ക് കൊണ്ടുവരും എന്ന് ഭയക്കുന്നു അവർ. കാരണം വടകരയിലെത്തിയ ഷാഫി വലിയൊരു തരംഗം തന്നെ സാക്ഷ്യം വഹിച്ചു. ഷാഫിയുടെ പിടിയിൽ ഒതുങ്ങി വടകര. ഷാഫി മലബാറിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളെ
തകർക്കുമെന്ന് ഭയം CPM-നുണ്ട്. അങ്ങനെ ഷാഫി അവരും ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കാഫിയർ പോസ്റ്റർ വിവാദമൊക്കെ ഉണ്ടായത്. അങ്ങനെ CPM-ന്റെയും BJP-യുടെയും കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെയും ശത്രു ഷാഫി ആയതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം ഷാഫിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ച പൂർണ്ണമാണെങ്കിൽ പോലും ഈ വിവാദം തീരില്ല. ഇനി ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും പാത്തും ഷാഫിയുടെ പിന്നാലെ ഉണ്ടാവും. ഇവരുടെയൊക്കെ ഭാഗമായിരുന്ന ഈ കോൺഗ്രസ് യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയായി നയിച്ചിരുന്ന ഡോക്ടർ P. സരിന്റെ പോസ്റ്റുകൾ നോക്കുക. P. സരിനാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. ഓരോ മിനിറ്റിലും പോസ്റ്റുകൾ ഇട്ട് കളിക്കുകയാണ്. എന്തിനേറെ സരിന്റെ ഭാര്യ സൗമ്യ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളല്ല. സൗമ്യ പോലും ആഹ്ലാദ നൃത്തം നടത്തും. ഞാൻ സൗമ്യയുടെ പേജിലേക്ക് പോവാം. സൗമ്യ ഡോക്ടർ സരിന്റെ പടം ഇട്ടുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു, കാലത്തിനൊരു കാവ്യനീതിയുണ്ട്, അത് നടക്കുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. എത്ര മൂടിയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. ഇവിടെ അത് വളരെ വേഗത്തിലായിപ്പോയി എന്നത് അതിൻ്റെ നൈതിക ഭംഗി കൂട്ടുന്നതേ ഉള്ളൂ. ഇനിയും ഒരു 100 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചാലും ഈ ചിരി ഇവിടെ തന്നെ കാണും. കാരണം ഇതൊന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്തവൻ്റെ ചിരിയാണ്. അമ്മയാരെ പെങ്ങളാരെ എന്ന് വ്യക്തമായി തിരിച്ചറിയുന്നവൻ്റെ ചിരിയാണ്. അത്രയും മതിയെന്നേ. എനിക്ക് ഇയാളെ അഭിമാനത്തോടെ എൻ്റെ ജീവിത പങ്കാളി എന്ന് വിളിക്കാനും എൻ്റെ മോൾക്ക് അഭിമാനത്തോടെ തൻ്റെ അച്ഛൻ എന്ന് വിളിക്കാനും അത്രയും മതിയെന്നേ. പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വന്ന മുതൽ ആ സെക്ഷൽ പെർവേർട്ടിൻ്റെ വീരചരിതം പറഞ്ഞ് ഞങ്ങളെ പച്ചയ്ക്ക് തെറി വിളിച്ചിരുന്നവരോടാണ് നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, ക്ഷമയോടെ കാത്തിരുന്നതാണ്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടില്ലേ? അത് സംഭവിക്കാതെ എവിടെ പോകാൻ? എല്ലാവരും പറഞ്ഞു പരത്തിയ പോലെ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നില്ല, മറിച്ച് ഈ വൃത്തികെട്ടവനെ ഒരു കാരണവശാലും പാലക്കാടുകാരുടെ തലയിൽ കെട്ടിവയ്ക്കരുത് എന്നതായിരുന്നു സരിൻ മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യം. പക്ഷെ അതിന് കിട്ടിയ മറുപടി എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അത്രയും പ്രതീക്ഷയറ്റാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അത് തീർത്തും സരിന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ തെറ്റും ശരിയും ആപേക്ഷികവുമാണ്. എല്ലാവരുടെയും ശരി ഒന്നാവില്ലല്ലോ. ഈ പറഞ്ഞതെല്ലാം അറിയേണ്ടവർക്ക് വ്യക്തമായി അറിയാം. ഇപ്പോഴല്ല, എന്നെ അറിയാം. പിന്നെ ഇപ്പോൾ ഇത്രയും രാഷ്ട്രീയം പറഞ്ഞതിന് ഒരു കാരണമേ ഉള്ളൂ. ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആവശ്യം കൂടിയാണ്. ഇങ്ങനെ ഒരു ആഭാസന് വേണ്ടി കുനിയേണ്ടതല്ല. ഇതിൽ വിശ്വസിക്കുന്ന ആത്മാർത്ഥരായ അണികളുടെ തലകളെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അത്രമാത്രം. ഒന്നിലും അഹങ്കരിക്കാതിരിക്കാനും ആരുടെ വീഴ്ചയിലും സന്തോഷിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടും ലേശമാവുന്നതിൽ തെറ്റില്ല എന്ന് ആദ്യമായി തോന്നുന്നു. ഒരു ഇലക്ഷനിൽ ജയിക്കുന്നതോ തോൽക്കുന്നതോ അല്ല ആത്യന്തികമായി ജയവും തോൽവിയും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ജയിച്ചുകൊണ്ട് തോൽക്കും, അല്ലെങ്കിൽ തോറ്റുകൊണ്ട് ജയിക്കും. ഞങ്ങൾ ഇന്ന് ഇവിടെ തോറ്റുകൊണ്ട് ജയിച്ചവരാണ്. ആ ജയത്തിന് ഇരട്ടി മധുരം. എഴുതിയത് രാഷ്ട്രീയം പറയാത്ത ഡോക്ടർ സൗമ്യ സരിനാണെന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ സരിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? സരിൻ ആദ്യം തന്നെ പ്രൊഫൈൽ ചിത്രം മാറ്റിക്കൊണ്ട് ഒരു ആഹ്ലാദ ചിരി ചിരിച്ചു. സത്യമേവ ജയതേ എന്ന ഒരു പോസ്റ്റ് ഇട്ടു. ലൈംഗിക കുറ്റവാളികൾ കിടക്ക് അകത്ത് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ഒടുവിൽ സരിൻ ഇങ്ങനെയൊരു കുറിപ്പിട്ടു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞിട്ടില്ല രാമ. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ഒരാളെ വീണിട്ടുള്ളൂ. വീണവനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നവനും വാഴുമ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചവനും വീഴുന്നത് വരെ പുറകെ തന്നെയുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും നല്ല പിള്ളമാർ ചമയുന്നത് അവശേഷിക്കുന്ന നെറിയുള്ള കോൺഗ്രസ്സുകാരൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നാണ്. വിടില്ല രണ്ടിനെയും. ഇതാണ് ഡോക്ടർ സരിൻ്റെ അവസാനത്തെ കുറിപ്പ്. ഈ കുറിപ്പ് ഒരു ഒന്നൊന്നര കുറിപ്പാണ്. സരിൻ കൃത്യമായി പറയുന്നു, രണ്ടിനെയും ഞാൻ വിടില്ല, ഒരുത്തനെ തീർത്തു എന്ന് വെച്ചാൽ കൃത്യമായി തൻ്റെ ഗൂഢാലോചന തന്നെ തുറന്നു പറയുന്നു. താൻ ഒരുത്തനെ തീർത്തിരിക്കുന്നു, 3 പേരെ തീർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ആ ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവൻ നല്ല കാലത്ത് അവനൊപ്പം നിന്നവൻ 2 പേരെ. ആരാണ് അവനെ സംരക്ഷിക്കുന്നത്? ഷാഫി. ഷാഫിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് ഡോക്ടർ സരിനാണെന്നറിയാം. ഷാഫി തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയാണ് സരിൻ. സരിൻ പറയുന്നു ഷാഫിയെ കൊണ്ട് പോകുമെന്ന്. ഷാഫിയിലും അവസാനിപ്പിക്കില്ല. VD സതീശനും ഡോക്ടർ സരിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. കാരണം ഷാഫി പറഞ്ഞത് കേട്ട് പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി തൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയ VD സതീശനോടുള്ള പക, വിരോധം സരിൻ ഇപ്പോഴുമുണ്ട്. ഇതാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല ലക്ഷ്യം, ലക്ഷ്യം ഷാഫിയാണ്. പറ്റിയാൽ VD സതീശനും. ആ ലക്ഷ്യത്തിലേക്ക് ഒരുപാട് പേർ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. CPM-ഉം BJP-യും കോൺഗ്രസുമൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇത്തരം വാർത്തകൾ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, കേസുകൾ, അറസ്റ്റുകൾ ഒക്കെ സംഭവിച്ചെന്ന് വരാം.